ജീവിതം കരപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാനം കയറിയ 24 മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ചേതനയറ്റ ശരീരങ്ങളായി. കുവൈറ്റിലെ മംഗഫൂരിലുണ്ടായ തീപിടുത്തവും അതിൽ 49 പേർ മരിച്ചതും അതിൽ 24 മലയാളികൾ എന്നതും കേരളക്കരയെ ഒന്നടങ്കം നടുക്കിയ വാർത്തയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഉഴമലിക്കൽ സ്വദേശി അരുൺ ബാബുവിൻ്റെ വീട്ടിലാണ്. ഇതാണ് അരുൺ ബാബുവിൻ്റെ വീട്. മരണ വാർത്ത അറിഞ്ഞ് ബന്ധുക്കളും ഉറ്റവരുമൊക്കെ ആകെ നടുങ്ങിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വീടെന്ന സ്വപ്നം പൂർത്തിയാക്കാതെയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി അരുൺ ബാബു ജീവിതത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. ബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് സ്വസ്ഥമായ ഒരു ജീവിതം ആഗ്രഹിച്ചായിരുന്നു അദ്ദേഹം കുവൈറ്റിലേക്ക് വിമാനം കയറിയത്. പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരവുമായിട്ടാണ് അദ്ദേഹം എത്തുന്നത്. വലിയ ബാധ്യതകളുണ്ടായിരുന്നു, അതെല്ലാം തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കുവൈറ്റിലേക്കുള്ള യാത്ര. കുടുംബത്തിൻ്റെ ഒരു ഏക അത്താണിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്, ഈ ഒരു ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു അരുൺ ബാബുവിൻ്റെ അമ്മ ഈ മരണ വാർത്ത അറിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങൾ അപകടം പറ്റിയെന്നൊരു സൂചന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം മരണ വാർത്ത അറിഞ്ഞു. അപ്പോൾ അമ്മ ബോധം കെട്ട് വീഴുകയും ആശുപത്രിയിലായിരുന്നു. അമ്മ ഇപ്പോൾ വീട്ടിലുണ്ട്. മാത്രമല്ല ഭാര്യയും 2 മക്കളുമാണ് അരുൺ ബാബുവിനുള്ളത്. അവരെല്ലാം അനാഥമായിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വാർത്ത അവർക്ക് ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അരുൺ ബാബുവിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇവിടെ എല്ലാവരും എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കുവൈറ്റിലുണ്ടായ തീപിടുത്തം തീർച്ചയായിട്ടും അത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു ദുരന്ത വാർത്ത തന്നെയായി അത് മാറിയിരിക്കുകയാണ്. താങ്ങാവുന്നതിലും അപ്പുറം എന്ന ഒരു വിശേഷമാണ് ഈ ഒരു ദുരന്തത്തിന് നൽകേണ്ടിയിരുന്നത്. സർക്കാരിൻ്റെ മണ്ണും വീടും പദ്ധതി പ്രകാരമാണ് അരുണിന് നെടുമങ്ങാട് കുരിയാത്തിയിൽ ഒരു വീട് കിട്ടിയത്. ഇവിടെ പണി പൂർത്തിയാക്കിയില്ല എങ്കിലും അരുണും കുടുംബവും ഇവിടെ താമസം തുടങ്ങിയിരുന്നു. പിന്നീട് മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് സമീപത്തെ കുടുംബ വീട്ടിലേക്ക് ഇവർ താമസം മാറുകയായിരുന്നു. വീട് പണിതതും സ്ഥലം വാങ്ങിയതും ഉൾപ്പെടെ ഉണ്ടായ ഒരുപാട് ബാധ്യതകൾ അതൊക്കെ തീർക്കുക എന്നതായിരുന്നു അരുണിൻ്റെ ലക്ഷ്യം. പക്ഷെ അതെല്ലാം ബാക്കി വെച്ച് അരുൺ ഇപ്പോൾ മടങ്ങിയിരിക്കുകയാണ്. തിരികെ നാട്ടിലേക്ക് എത്തുന്നത് ചേതനയേറ്റ ശരീരമായിട്ടാണ് എത്തുന്നത്. ബാധ്യതകളെല്ലാം വസ്തു വിറ്റ് തീർക്കാമെന്ന് അമ്മയും ഭാര്യയും ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ബാധ്യതകൾ തീർത്ത് സ്വസ്ഥമായൊരു ജീവിതം നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അരുൺ ബാബു കുവൈറ്റിലേക്ക് പോയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മാത്രമല്ല ഒരു സ്വപ്നവും കൂടി ബാക്കി വെച്ചാണ് അരുൺ ബാബു യാത്രയായിരിക്കുന്നത്. മകളെ ഒരു നീന്തൽ താരമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി അരുൺ ബാബു എന്ന യുവാവിനുണ്ടായിരുന്നു. ആ ലക്ഷ്യം പൂർത്തീകരിക്കാനാവാതെയാണ് അദ്ദേഹം ജീവിതത്തിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത്. എന്ത് പറയണമെന്നറിയാതെ ആകെ വേദനയിലായിരിക്കുകയാണ്. ഇവിടെ ഓരോരുത്തരുടെയും മുഖങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്തുമാത്രം വേദന അവിടെ ഉള്ളിലുണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചൊക്കെ വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു കുവൈറ്റിലുണ്ടായ തീപിടുത്തം. 49 പേർ മരിച്ചു. അതിൽ 46 ഇന്ത്യക്കാരും 24 മലയാളികളുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നത്. മലയാളികളടക്കം മരിച്ചവരുടെ കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും മൃതദേഹം വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാട്ടിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ മൃതദേഹം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെയും മൃതദേഹം എത്തും. വളരെ വേദനയോടെ ആയിരിക്കുകയാണ് ഇവിടുത്തെ കുടുംബങ്ങൾ. ഒരു നാടിനെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഈ ഉഴമലക്കൽ പ്രദേശത്തെ തേടിയെത്തിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടതുപോലെ ഒരു നാടാകെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഒന്നടങ്കം അരുൺ ബാബുവിൻ്റെ വിയോഗത്തിൽ അതീവ ദുഃഖിതരാണ്. ഇവിടെയാണ് അരുൺ ബാബുവിനെ അടക്കം ചെയ്യുന്നത്. അരുൺ ബാബുവിൻ്റെ പിതാവും സഹോദരിയും വർഷങ്ങൾക്ക് മുന്നേ മരിച്ചിരുന്നു. അവരെ അടക്കിയത് ഇവിടെയാണ്. അവരുടെ അടുത്ത് തന്നെയാണ് അരുൺ ബാബുവിനെയും അടക്കാൻ പോകുന്നത്. തീർത്തും വേദനാജനകമായ ഒരു വാർത്ത തന്നെയാണിത്. ഈ പ്രദേശത്തെ സംബന്ധിച്ച് ഈ ഒരു അരുൺ ബാബുവിൻ്റെ വിയോഗം നമ്മൾ നേരത്തെ കേട്ടതുപോലെ എല്ലാവർക്കും അരുൺ ബാബുവിനെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. അത്രയും നല്ലൊരു വ്യക്തിയായ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വീട് എന്ന സ്വപ്നം, അതുപോലെ തന്നെ 2 കുട്ടികൾ, അവരെയൊക്കെ നല്ല നിലയിലെത്തിക്കുക എന്ന സ്വപ്നമൊക്കെ ബാക്കിയാക്കിയാണ് അരുൺ ബാബു തിരിച്ചു പോകുന്നത്. തീർച്ചയായിട്ടും അതീവ ദുഃഖത്തോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ളവരായിരിക്കുന്നത്. തിരുവനന്തപുരം ഉഴമലയ്ക്കിൽ നിന്നും ക്യാമറമാൻ ആഷിനോടൊപ്പം CS ബെഞ്ചമിൻ. അരുൺ ബാബുവിനൊപ്പം കുവൈറ്റിൽ ജോലി ചെയ്യുന്ന കുഞ്ഞമ്മയാണ്. ഇന്ന് ബുധനാഴ്ച രാവിലെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നതാണ്, അവിടെ ഇങ്ങനെ ക്യാമ്പ് കത്തിയിട്ടുണ്ട് എന്ന്. പക്ഷേ ഇതേത് ക്യാമ്പാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഫോട്ടോയിലാണ്, കാരണം ഞാനിവനും അടുത്തടുത്താണ് താമസം. ഈ ക്യാമ്പ് എനിക്ക് മനസ്സിലായത് അന്നേരം എനിക്ക് മനസ്സിലായി എൻ്റെ മകൻ അതിൽ പെട്ടുപോയിട്ടുണ്ടാകും. കാര്യം 4 മണിക്കാണ് സംഭവിക്കുന്നത്. അപ്പോൾ അന്നേരം ഇവരൊക്കെ ഉറക്കത്തിലായിരിക്കും. അങ്ങനെ ഇവനെ ഞാൻ ഫോണിലേക്ക് ബന്ധപ്പെടാൻ നോക്കിയപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്തില്ല.
അപ്പോൾ എനിക്ക് മനസ്സിലായി അപകടത്തിൽ ഇവൻ പെട്ടുപോയിട്ടുണ്ടാവുമെന്ന്. ഞാൻ അങ്ങനെ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ട് എൻ്റെ മോനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം വരെ അവർ അന്വേഷിച്ചിട്ട് അവർക്കൊരു വിവരവും കിട്ടിയില്ല. അവൻ ഇഞ്ചുർഡായി കിടക്കുന്നിടത്തൊന്നും അവനുണ്ടായിരുന്നില്ല. ആ ലിസ്റ്റിലൊന്നും അവൻ്റെ പേരില്ലായിരുന്നു. NBTC വിളിച്ചപ്പോഴും അന്നേരം അവർക്കും ഒരു ക്ലാരിഫിക്കേഷനില്ല, മിസ്സിംഗ് എന്ന് മാത്രമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പിന്നെ എൻ്റെ കൂട്ടുകാരെ തന്നെ വിട്ട് അന്വേഷിച്ചു. അവസാനം ഒരിടത്തും കാണാതെയപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാ മോർച്ചറികളിലും ഈ സിവിൽ ഐഡിയും കൊണ്ടുപോയി ഒന്ന് തപ്പാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നലെ രാവിലെ മോർച്ചറിയിലുണ്ടെന്ന് അറിയുന്നത്. അവിടെ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് കണ്ടുപിടിച്ച് പറഞ്ഞത് മോർച്ചറിയിലുണ്ട് എന്ന്. ഒരു ഇന്നലെ ഉച്ചയായപ്പോൾ കമ്പനിയിൽ നിന്ന് ഹെൽപ്പ് ലൈനിൽ നിന്ന് വിളിച്ചിട്ട് അത് കൺഫേം ചെയ്തു. കോണ്ടാക്ട് ചെയ്യാറുണ്ടായിരുന്നു അവിടെ? തീർച്ചയായിട്ടും അവൻ 24 മണിക്കൂറും നമ്മളെ വിളിക്കും. എല്ലാ പാതിരാത്രി ആയാലും അവൻ നമ്മളെ വിളിക്കും. സാധാരണ ഒരു 5-5:30 മണിയാകുമ്പോൾ വിളിക്കേണ്ടതാണ്. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് അവൻ അമ്മയെ വിളിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അന്ന് വിളിക്കാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഡ്യൂട്ടിക്ക് ടൈമായി പോയതുകൊണ്ട് വിളിക്കാതെ പോയതെന്നായിരിക്കും വിചാരിച്ചത്. പിന്നീട് ശരിക്കും ഞാൻ മകനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചത് ഈ ക്യാമ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഫോൺ റിങ് ചെയ്ത് അവൻ എടുക്കാതായപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ക്യാമ്പ് തന്നെയെന്നാണ്. പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടി വന്ന എല്ലാ പ്രവാസികളെ പോലെ തന്നെയാണ് എൻ്റെ മോൻ. ഒരു വീട് വെക്കണം എന്ന്. കാരണം കുറച്ച് 10-15 ലക്ഷം രൂപയോളം കടമുണ്ട് അവന്. കടവും വീട്ടിയിട്ട് ഒരു വീടും വെച്ച് വരണം എന്ന ആഗ്രഹത്തോടെ വന്നതാണ് 8 മാസങ്ങൾക്ക് മുമ്പ് അവിടേക്ക്. അതിങ്ങനൊരു ദുരന്തമായി തീർന്നതാണ്. അവൻ്റെ വീട് വയ്ക്കാനുള്ള ആഗ്രഹം ബാക്കിയാക്കിയാണ് എൻ്റെ മകൻ പോയത്. ഇവിടെ ആയിരുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ബുദ്ധിമുട്ടുകളെന്താ, എപ്പോഴും ഒരു ആഗ്രഹമായിട്ട് എന്നോട് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ, വീട് വെക്കണം. എനിക്ക് അവിടെ ഒരു എക്സ്ചേഞ്ചിലാണ് ജോലി. അപ്പം അവിടുത്തെ ഡെപ്യൂട്ടി മാനേജറാണ് ഞാൻ. അപ്പോൾ എന്നോട് എപ്പോഴും പറയും, എനിക്ക് ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടുന്നുള്ള പേപ്പറുകളെല്ലാം കുഞ്ഞുമ്മ ഞാൻ വരും റെഡിയാക്കി വെച്ചേക്കണേ. കുഞ്ഞുമ്മ നാട്ടിൽ നിന്ന് വന്നപാടെ എനിക്കതൊക്കെ ചെയ്തു തരണം. ഞാൻ മാർച്ച് നാട്ടിൽ പോയിട്ട് ലോൺ എടുത്തിട്ട് എനിക്കൊരു കുഞ്ഞു വീട് വെക്കണം. എനിക്ക് ഇനി പോകുമ്പോൾ എൻ്റെ വീട്ടിൽ കയറണം എന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാമെന്നതും അവൻ തന്നെയാണ്. അപ്പോഴും അവൻ സംസാരിച്ചത് ഈ വീട് വയ്ക്കുന്നതിനെ പറ്റി തന്നെയായിരുന്നു. വീട് എന്ന് മാത്രമായിരുന്നു ഊണിലും ഉറക്കത്തിലും അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നത്. എപ്പോൾ കണ്ടാലും എപ്പോൾ വിളിച്ചാലും വീടിനെ പറ്റി പറയും. എന്നോട് ചോദിക്കും എങ്ങനത്തെ വീട് വെക്കണം, നമുക്ക് ചെറിയ വീട് മതി എന്ന്, ഒരു കുഞ്ഞു വീട് വെക്കണം. അത് മാത്രമായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം. അത് നടക്കാതെ അത് ബാക്കി വെച്ച് അവൻ പോയി. എങ്ങനെയാണ് അരുൺ ബാബു കുവൈറ്റിലെത്തിയത്? കുവൈറ്റിൽ ഞങ്ങൾ നല്ല റിലേഷനിലാണ്. കാരണം ഞങ്ങൾ പ്രായം കൊണ്ട് വലിയ വ്യത്യാസമില്ലാത്തവരാണ്. എന്നെക്കാൾ 9 വയസ്സാണ് അവന് കുറവുള്ളത്. അപ്പോൾ നല്ലൊരു സുഹൃത്തായിരുന്നു. എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന അവൻ. എൻ്റെ പ്രശ്നങ്ങൾ പറയാനും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളിലും അവൻ തന്നെയാണ്. ഞങ്ങളെ കുടുംബത്തിൻ്റെ നെടും തൂൺ അതാണ് അവൻ. അപ്പോൾ അവിടെ പർച്ചേസറായിരുന്നു. NBTC കമ്പനിയുടെ മെക്കാനിക് ഡിപ്പാർട്ട്മെൻറ്റിലെ പർച്ചേസറായിരുന്നു, ഷോപ്പ് അഡ്മിൻ. ഈ ക്യാമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? ഇവർ താമസിക്കുന്ന അടുത്താണ്, ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്താണ് ക്യാമ്പ് കണ്ടിട്ടുണ്ട്. എല്ലാ സൗകര്യം ഉള്ളത് തന്നെയാണ്. പിന്നെ അവിടുത്തെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു അവരുടെ കിച്ചൺ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഈ ഫയർ ഉണ്ടായതെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരു റൂമിൽ 3 പേരേ ഉള്ളൂ. വേറെ അങ്ങനെ NBTC ക്യാമ്പുകളെ പറ്റി അങ്ങനെ കുറ്റം പറയാനായിട്ടൊന്നുമില്ല. എല്ലാ സൗകര്യങ്ങളുള്ള ബിൽഡിങ്ങുകൾ തന്നെയാണ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ആ കമ്പനിയിൽ ഇങ്ങനെ ദുരന്തം ഉണ്ടാകുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു മരണ വാർത്ത വന്നത്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല. ആദ്യം ഒരു 7 വർഷം അവൻ കുവൈറ്റിലിരുന്നു. അപ്പോൾ പിന്നെ കോവിഡായി. ഇവിടെ വന്നിട്ട് പോകാൻ പറ്റാതെയായി. ഒരു 2 വർഷം അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു. പിന്നെ ഇപ്പോൾ പോയിട്ടൊരു 7 മാസം 8 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. ഭാര്യയും 2 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ പിതാവ് മരിച്ചു. ആദ്യം മരിച്ചത് പിതാവാണ്. അത് കഴിഞ്ഞൊരു സഹോദരി മരിച്ചു. അത് മരിച്ചത് നഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് കർണാടകത്തിലൊരു കോളേജിലായിരുന്നു പോയത്. പനി വന്നു, ചികിത്സാ പിഴവ് മൂലമാണ് മരിച്ചതെന്നാണ് അറിവ്. ഇവിടെ ബോഡി വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു വലിയമ്മേരെ മകളിപ്പോൾ മരിച്ചിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരു മരണം പിന്തുടരുന്നൊരു കുടുംബമായിപ്പോൾ. ഇനിയിപ്പോൾ അമ്മയുണ്ട്, ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, പിന്നെ അനുജരുണ്ട്, വലിയമ്മയുണ്ട്, കുഞ്ഞമ്മയുണ്ട്. കുഞ്ഞമ്മ ഗൾഫിലാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 15 ദിവസമേ ആയിട്ടുള്ളൂ. ഇവൻ്റെ കൂടെ തന്നെ ആയിരുന്നു.
ബാബു വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആര്? ഓ, ഈ സംഭവം നടക്കുന്നതിൻ്റെ രാത്രി വിളിച്ചു. ഒരു 2 മണി വരെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് കിടക്കാൻ പോയത്. 2 മണി വരെ അമ്മയായിട്ട് സംസാരിച്ചു. അമ്മയായിട്ട് കുഞ്ഞമ്മ ഉണ്ടായിരുന്നു ഇവിടെ, കുഞ്ഞമ്മയായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അവൻ കിടക്കാനായിട്ടങ്ങ് പോയി. എന്തായിരുന്നു പറഞ്ഞത്? അപ്പോഴ് കുടുംബകാര്യങ്ങൾ മാത്രമേ അപ്പോഴും സംസാരിച്ചിട്ടുള്ളൂ. ഈ ഒരു പ്രതീക്ഷ ഇല്ലല്ലോ, ഇങ്ങനെ സംഭവിക്കുന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുടുംബ കാര്യങ്ങൾ സന്തോഷമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ അമ്മ വിളിക്കുന്നതും അങ്ങനെയാണ്. ഇത്രയും സ്നേഹമായിട്ട് സന്തോഷമായിട്ടും വിളിച്ചിട്ട് പെട്ടെന്ന് പോയല്ലോ എന്നുള്ളൊരു ഒരു വിഷമത്തോടു കൂടിയാണ് അമ്മ ഇപ്പോൾ കരയുന്നത്. വീട് പണിയായിരുന്നു അല്ലേ? വീട് പണി സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്. ഒരു വീടെന്നുള്ളൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ 8 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ. അതായിട്ടില്ല, വീടായിട്ടില്ല. മകളെ നീന്തൽ താരമാക്കണം എന്നൊരാഗ്രഹം. അതെ. അങ്ങനെ കുറച്ചാൾ വിട്ടിരുന്നു, പോത്തൻകോട്ട് വിട്ടിരുന്നു. ഇപ്പം പിന്നെ സ്കൂളിലാക്കി. ഇങ്ങനെയൊക്കെ വലിയ സ്വപ്നമായിരുന്നു. മക്കൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? മക്കൾക്ക് 11 വയസ്സായി. പെൺകുട്ടിക്ക് 11-12 പിന്നെ രണ്ടാമത്തെ കുട്ടി പൊടിക്കൊച്ച്, അധികം പ്രായം ആയിട്ടില്ല, 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ സംസ്കാരം ഇന്ന് തന്നെ നടക്കും. ഇവിടുന്ന് ഒരല്പം ഒരു 200 മീറ്റർ താഴെ അവിടെ അവൻ സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അവൻ്റെ അച്ഛനെയും സഹോദരിയൊക്കെ അടക്കിയത് അവിടെയാണ്. അച്ഛൻ നേരത്തെ ഗൾഫിലിരുന്നു. അച്ഛനും നേരത്തെ ഗൾഫിലായിരുന്നു. സൗദിയിലായിരുന്നു. അദ്ദേഹം ഒരുപാട് വർഷമായിരുന്നു. അപ്പോൾ ഇരുന്നതിലുള്ളതാണ് അവിടെ ഒരു 8 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട്. അത് അവിടെയാണ് ഈ അച്ഛനെ അടക്കിയതും സഹോദരി അടക്കിയതും അവിടെയാണ്. അവിടെ തന്നെയാണ് ഈ മകനെ അടക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മരണ വാർത്ത സ്ഥിരീകരിച്ചത്? അല്ല, അത് അവിടുന്ന് ഇപ്പോൾ ഈ സംഭവം നടന്നപ്പോൾ തന്നെ ഇവിടെ കുഞ്ഞമ്മ ഇവിടെ ഉണ്ടല്ലോ. കുഞ്ഞമ്മയ്ക്ക് അവിടെയുള്ള സുഹൃത്തുക്കൾ ആൾ മിസ്സിങ് ആണെന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അപ്പോഴേ ഇവിടെ പിന്നെ അവർക്ക് മനസ്സിലായി ഒരു തീയുടെ പുകയും ഒക്കെ വരുമ്പോൾ എന്തായിരുന്നാലും അത് മിസ്സിങ് ആയിരിക്കില്ല എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അവരത് പുറത്ത് വിട്ടില്ല. നമ്മളോടൊക്കെ പറഞ്ഞു മിസ്സിങ് ആണെങ്കിലും അത് കുഴപ്പമാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ടി വിയിൽ അവസാന ഘട്ടത്തിലാണ് ടി വിയിൽ അറിയിപ്പ് വന്നത്. അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ സ്ഥിരീകരണം വന്നു. അവിടെ നിന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു. അവർ പോയി പിന്നെ ഐഡൻറ്റിഫൈ ചെയ്തു. അത് പെട്ടെന്ന് ഈ 22 ഇവനെ കൂടെ വിടാനുള്ളൊരു സൗകര്യം തന്നെയാണ് അവർ ചെയ്യുന്നത്. ബോഡി എല്ലാം പിന്നീടല്ലേ ഇപ്പോൾ ഒന്നും കൂടെ ആയത്. എല്ലാം ഒരുമിച്ച് വിടാനുള്ളൊരു സൗകര്യം അവർ ചെയ്യുന്നുണ്ട്. നല്ല സുഹൃത്തുക്കൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും. കുഞ്ഞമ്മ അവിടെ പോയിട്ട് 8 വർഷമായി. അപ്പോൾ നല്ലൊരു ബന്ധമുണ്ട് അവിടെ. അപ്പോൾ കുഞ്ഞമ്മയും ഇവനുമായിട്ട് അപ്പുറം തന്നെ. കുഞ്ഞമ്മ ഇവൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിലല്ല കുഞ്ഞമ്മ താമസിക്കുന്നത്, അപ്പുറമാണ്. വലിയ വ്യത്യാസമില്ലാത്തൊരു 50 മീറ്ററിൻ്റെ വ്യത്യാസം. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. വലിയൊരു സങ്കടമായി. നാട്ടിൽ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, നല്ലൊരു കടലോട് തൊഴിലാളിയാണ്. പിന്നെ നാട്ടിലായിരുന്നപ്പോൾ തട്ടിൻ്റെ പണിക്ക് പോകും, കടലോട് തൊഴിലാളിയാണ്. എല്ലാ പണിക്കും പോകും, നല്ല പയ്യനാണ്. ഇതിനിടയ്ക്ക് കുറേ നാൾ പഞ്ചായത്തിൻ്റെ ഡ്രൈവറായിരുന്നു. പഞ്ചായത്ത് വണ്ടിയെടുത്തപ്പോൾ ഫസ്റ്റ് ഡ്രൈവർ അവനായിരുന്നു. അപ്പോൾ അത് പിന്നെ അതിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ഗൾഫിലേക്ക് പോയത്. നല്ലൊരു പയ്യനാണ്, നാട്ടിൽ നല്ലൊരു പയ്യനാണ്. നമുക്ക് നാട്ടുകാർക്ക് തന്നെ ഇത് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലാണ് ആദ്യം ഉണ്ടായത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇതുവരെ മുമ്പ് ഉണ്ടായിട്ടില്ല. ഇയാളുടെ മരണത്തോടു കൂടി ഒരു വലിയൊരു കുടുംബം അനാഥമായി എന്നുള്ളതാണ്. പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങളുടെ അമ്മ, പിന്നെ ഈ മരണപ്പെട്ടയാളിൻ്റെ മാതാവ്, ഒരു സഹോദരൻ. അവർക്ക് വേറെ ഈ മരണപ്പെട്ടയാളിന് സ്വന്തമായി വീടെന്ന് പറഞ്ഞാലില്ല. അപ്പോൾ അല്പം സ്ഥലമുണ്ട്, സ്ഥലം വാങ്ങിയാൽ അല്പം കടമുണ്ട്. ആ കടബാധ്യത കൊണ്ടാണ് അയാൾ വീണ്ടും ജോലിക്ക് പോയത്. ഇപ്പോൾ പോയിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്റും പല ഏജൻസികളും അവർക്ക്
മരണാനന്തരമായി കുറച്ച് സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സഹായങ്ങൾ അപര്യാപ്തമാണ് എന്നുള്ളതാണ് നാട്ടുകാരെന്നുള്ളതിൻ്റെ നമ്മുടെ ഒരു അഭിപ്രായം. കാരണം അല്പം കൂടെ സാമ്പത്തിക സഹായങ്ങൾ നൽകി കുടുംബത്തിനെ സഹായിക്കാൻ, ഈ ഒരു കുടുംബമല്ല എല്ലാ കുടുംബത്തിനും, കാരണം ഈ ദുരന്തത്തിൽ അകപ്പെട്ടിട്ടുള്ള എല്ലാ കുടുംബത്തിനും അർഹമായ സഹായങ്ങൾ നൽകി അതോടൊപ്പം എല്ലാവർക്കും വേണ്ട ചികിത്സയിൽ കഴിയുന്നവർക്കും വേണ്ടപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിനുള്ള സഹായവും സഹകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് മാത്രമാണ് നമുക്ക് പറയാം. ഈ അരുൺ ബാബുവിനെ എപ്പം മുതൽ അറിയാം? കുഞ്ഞിലെ മുതലേ അറിയാമോ? കുഞ്ഞിലെ അവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പേ അറിയാം അവർ. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞായി അവരുടെ ഈ മരിച്ചാളിൻ്റെ ഇളയ ഒരു സഹോദരി മരണപ്പെട്ടു, അതറിയാം. പിതാവ് മരണപ്പെട്ടു, അതറിയാം. ഇതൊക്കെ നമ്മുടെ ഈ നാട്ടുകാരനാണ്. ഗൾഫിലായിരുന്നു, കുറേ കാലം ഗൾഫിലായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് ആത്മഹത്യ ചെയ്തു. കുടുംബം നോക്കി പോകുന്നത്. അവൻ്റെ അമ്മ എന്നവർ ചെറിയ പിള്ളേരല്ലേ, 10 വർഷത്തേക്ക് മുമ്പല്ലേ അച്ഛൻ മരിക്കുന്നത്. 10 വർഷത്തേക്ക് മുമ്പേ മരിച്ചതിന് ശേഷം അമ്മയാണ് തയ്യൽ തൊഴിലാളി, ഇതേലെ കുടുംബശ്രീയുടെ ADS-ഉം CDS-ഉമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന കൂട്ടത്തിലാണ്. പിന്നെ തൊഴിലുറപ്പിൻ്റെ മാറ്റായിട്ടും ആ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞ് മുമ്പോട്ട് പോണത്. പിന്നെ സഹോദരി എന്നെ ഒരു നേഴ്സിംഗ് കോളേജിലെ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ. അവിടെ വെച്ച് എന്തോ അസുഖം വന്നു എന്ന് പറഞ്ഞതാണ്. അസുഖം വന്നവർ പെട്ടെന്ന് മരണപ്പെട്ടു. എന്താണ് അസുഖമെന്ന് മരണശേഷം പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പനി എന്നാണ് പറഞ്ഞത്, എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഒരു വല്ലാത്തൊരവസ്ഥയിൽ പോകുന്ന ഒരു കുടുംബമാണ്. നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ നാട്ടുകാർക്കൊരു ഞെട്ടലാണ്. കാരണം എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയും എല്ലാ കാര്യങ്ങൾക്കും ഓടിയെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു മരണപ്പെട്ട അരുൺ ബാബു. കാരണം എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന് മുമ്പുള്ള സമയത്താണ് ഇയാൾ കുവൈറ്റിൽ നിന്ന് പണി മതിയാക്കി ഇവിടെ വരുന്നത്. പിന്നെ ഇവിടുന്ന് അപ്പോഴും പോകാൻ കഴിഞ്ഞില്ല, കോവിഡ് കാലമായിരുന്നു. കോവിഡിൻ്റെ സമയത്ത് അയാൾ ഈ നാട്ടിലെ കോവിഡ് രോഗികൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി, അതേപോലെ അടുക്കള, സൗജന്യ അടുക്കള ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്, സർക്കാരിൻ്റെ ആ സേവനത്തിലുണ്ടായിരുന്നു. അതേപോലെ കോവിഡ് വന്ന് മരണപ്പെടുന്ന രോഗികളുടെ ആ ബോഡി ദഹിപ്പിക്കുന്നതിന് വേണ്ട ഒരു വോളണ്ടറി ആയിട്ട് പോലും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അത്ര നല്ല ഒരു പൊതുപ്രവർത്തനമാണ്. പക്ഷെ നഷ്ടപ്പെട്ടു പോയി. ഇവർ 3 മക്കളാണ്. അരുൺ ബാബു, രണ്ടാമത് അമൽ ബാബു, ഇനിയുള്ള അമൽ ബാബു, മരണപ്പെട്ടത് അർച്ചന ബാബു. നിരാശകരമായ വാർത്തയാണല്ലേ? തീർച്ചയായിട്ടും ഇന്നലെ നമുക്ക് എല്ലാവർക്കും വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അതിനെ വിചാരിക്കാൻ പോലും വയ്യാത്തൊരു വാർത്തയാണ്. ഞങ്ങളുടെ 2011 ഞങ്ങൾ ആദ്യമായിട്ട് പഞ്ചായത്തിൽ വണ്ടിയെടുത്തപ്പോൾ ഇൻ്റർവ്യൂ നടത്തി എടുത്ത ഒരു വ്യക്തിയാണ് നമ്മൾ അരുൺ ബാബു. നല്ല ഒരു ഇടപെടലായിരുന്നു. നാട്ടിനായാലും പഞ്ചായത്തിനായാലും വളരെ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു ആളായിരുന്നു. പിന്നെ സാലറിയൊക്കെ പഞ്ചായത്തല്ലേ കുറവായതുകൊണ്ട് ഹെൽപ്പിൽ ഇങ്ങനെ ഒരു വേക്കൻസി കിട്ടി. അങ്ങനെ പോയതാണ്. എന്തായാലും വളരെ പറയാൻ നമ്മളെ നാട്ടിനും അതുപോലെ ഈ കുടുംബത്തിനും വളരെ ഒരു തീരാ നഷ്ടമാണ് ഈ കുട്ടിയുടെ വിയോഗം. ഒരു വീടെന്ന സ്വപ്നത്തോടെയായിരുന്നു കുവൈറ്റിലേക്ക് അരുൺ ബാബു പോയത്. ഒരു വീടെന്ന സ്വപ്നത്തോടെയായിരുന്നു. തീർച്ചയായിട്ടും വീടില്ല, കടമാണ്. ഒരു വീട് വെക്കണം എന്നുള്ള ഒരു സ്വപ്നം തന്നെയായിരുന്നു. സ്വന്തമായിട്ട് വീടില്ലല്ലോ, 2 കുട്ടികളുണ്ട്. അപ്പോൾ അതിന് സാധിച്ചില്ല. ഇപ്പം കടമേ ഉള്ളൂ എന്നാണ് അറിവ്, എൻ്റെ അറിവ്. കടമുണ്ട്, നല്ലൊരു വലിയ തുക കടമായിട്ടുണ്ട്. അത് വീടാനും പറ്റിയില്ല. വളരെ കഷ്ടമായിപ്പോയി. ഒരു കുടുംബ അനാഥം. എല്ലാവരും കൂടെ ചേർന്ന് ഒരു എന്തെങ്കിലുമൊക്കെ നടപടി ചെയ്യണം. എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ പഞ്ചായത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തീരുമാനം. അതനുസരിച്ച് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനം. കുടുംബത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ തീരുമാനം. അരുൺ ബാബു കുവൈറ്റിലേക്ക് പോകുന്നതിന് മുന്നേ CITയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. നല്ല വ്യക്തിത്വവും നല്ല സഹകരണവും എല്ലാ കാര്യങ്ങളും കൂടെ നമ്മുടെ ഒപ്പം സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കുവൈറ്റിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ വരെ ലോഡിങ്ങിനൊക്കെ വന്നിരുന്ന ഒന്നിച്ച് പ്രവർത്തിച്ചിരുന്നു. അപ്രതീക്ഷിതമായി പോയല്ലേ? പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ദുഃഖം, കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ദുഃഖമുണ്ട്.
പാർട്ടിക്കും ഈ നാട്ടിനും വീടുകൾക്കും എല്ലാവർക്കും മാനസികമായി പ്രയാസവും ഉണ്ടല്ലോ. പൊതുവെ എങ്ങനത്തെ സ്വഭാവക്കാരനാണ്? ശാന്തതയുള്ള എന്ത് പറഞ്ഞാലും നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും അത് പറഞ്ഞ് നമ്മളോടൊപ്പം നിൽക്കാനും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും മുൻപന്തി തന്നെ നിൽക്കും. വേറെ ഒരു മരിച്ചു പോയത് കൊണ്ട് പറയുകയല്ല, സത്യമായുള്ള കേസാണ് പറയുന്നത്. നാടിന് ദുഃഖാതീതം തന്നെയാണ്. ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. അപ്പോൾ അവരെ നിങ്ങൾ എങ്ങനെയൊക്കെ ചേർത്ത് നിർത്തും? അത് കാരണം എന്ന് പറഞ്ഞാൽ പാർട്ടിപരമായി എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ബോർഡൊന്നുമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പോൾ ലോഡിന് അവിടെ ഇതിൽ നമ്മൾ വേറെ ഇതൊന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തുമായും കാര്യങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് പാർട്ടിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ്.